അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി എഗ്ഗ് ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ട്രൈ ചെയ്ത് നോക്കുന്നത്? ആണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മൾ അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയല്ല സാദാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടി ഐറ്റംസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു 10 മുട്ട എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ 10 മുട്ട. അതിങ്ങനെ 3ആയിട്ട് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ ആ മുട്ടയ്ക്കകത്തൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ എഗ്ഗ് റോസ്റ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിലേക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലി മെമ്പറാവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ നിൽക്കുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ്. 2ആയിട്ട് കീറി 2 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. അങ്ങനെ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 6 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടി ഐറ്റംസാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടി ഐറ്റംസാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ പൊടി ഐറ്റംസിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കാഷ്നട്ടും കിസ്മിസും സവാളയും ഒന്ന് വറുത്തെടുക്കലാണ്. അതിനായി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം. നമ്മൾ ആദ്യം കാഷ്നട്ടും കിസ്മിസും വറുത്തെടുത്ത ശേഷമാണ് ഞാനിവിടെ സവാള വറുത്തെടുക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ചോറ് വെക്കാനായി ഞാനിവിടെ ഒരു വലിയ ചരുവത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഗ്രാമ്പൂ, പട്ട, തക്കോല, ഏലക്ക, ലീഫ് ഇതെല്ലാം ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും വെള്ളം വെച്ചതെന്ന് വെച്ചാൽ ഞാനിത് ഊറ്റിയാണ് എടുക്കുക. ഞാനിവിടെ ഈ വെള്ളത്തിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊല്ലക്കാരുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ വെള്ളത്തിൽ പച്ചമുളക് ഇടല്. അപ്പോൾ പച്ചമുളകും ഇടും, ക്യാരറ്റും ഇടും. ഞാൻ ഇവിടെ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഞാനിവിടെ ഇനി ദം ചെയ്യാനാണ് പോകുന്നത്. അതിനായി ഞാനൊരു ചരുവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ ദം ചെയ്യുന്ന പോലെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. നമ്മൾ ദം ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സവാള, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള, കാഷ്നട്ട്, കിസ്മിസ്, മല്ലിയില, പുതിനയില, കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നെയ്യ്. ഇത്ര ഐറ്റംസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ ബിരിയാണി, നമ്മൾ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി പോലെ തന്നെയാണ്. നമ്മൾ ബീഫിനും ചിക്കനും പകരം നമ്മൾ എഗ്ഗ് ഇടുന്നതേ ഉള്ളൂ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളും ഇതുപോലെയാണോ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്? ആണെങ്കിൽ കമൻറ്റിലൂടെ അടിക്കണേ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല പുതിയ റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും.